ഇനി ഓണക്കാലമായതിനാൽ ഒരുപാട് ഓഫർ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോ ആണ്. നമുക്ക് പ്രധാനമായിട്ടും പല ടൈപ്പിലുള്ള പ്രോസസ്സറുകളാണ് ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൺ, മീഡിയാടെക്, പിന്നെ ആപ്പിളിൻ്റെ ഉണ്ട്, സാംസങ്ങിൻ്റെ എക്സിനോസ് ഉണ്ട്, അത് കെർലിൻ പ്രോസസ്സറുണ്ട്. നിങ്ങൾ ഫോൺ വാങ്ങുന്നെങ്കിൽ എപ്പോഴും മീഡിയാടെക്കിൻ്റെ പ്രോസസ്സർ പ്രിഫർ ചെയ്യുക. മീഡിയാടെക്കും ഡയമണ്ട് സിറ്റിയാണ് ഒരു മിഡിൽ ലെവലുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിൽ മീഡിയാടെക് കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. കാരണം റേറ്റ് കുറഞ്ഞ ഫോണുകളിലൊക്കെ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചെറിയ രീതിയിൽ ഹീറ്റാവും, ചെറിയ രീതിയിലുള്ള ഹാങ്ങിങ് ഇഷ്യൂസ് ഉണ്ട്. എല്ലാ ഫോണുകൾക്കും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ കിട്ടുന്ന ഫോണുകൾ വാങ്ങാൻ കഴിയുന്നെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഏറ്റവും നല്ല പ്രോസസ്സറും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രോസസ്സറും സ്നാപ്ഡ്രാഗൻ്റെ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല, ഹാങ്ങിങ് ഇഷ്യൂസ് ഇല്ല, അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസും ഉണ്ട്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉള്ള ഫോണുകൾക്ക് നിങ്ങൾക്ക് മീഡിയാടെക് ഒഴിവാക്കിയിട്ട് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ ഉള്ള ഫോണുകൾ വാങ്ങാൻ കഴിയുന്നെങ്കിൽ അത് നിങ്ങൾ വാങ്ങുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും പ്രോസസ്സറിന് കൊടുക്കുക. അതിൽ സ്നാപ്ഡ്രാഗൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുള്ള ഫോണുകൾ വാങ്ങുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ LED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വാങ്ങുക. ഫോണുകളുടെ ഡിസ്പ്ലേ 2 ടൈപ്പ് വരുന്നുണ്ട്, ഒന്ന് LCD, ഒന്ന് LED. LED ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടുതലും കുറച്ചുകൂടെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നത്. അപ്പോൾ LED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വാങ്ങുക. മിക്ക കുറഞ്ഞ മോഡലുകളിലൊക്കെ LCD ആയിരിക്കും വരുന്നത്, എങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടെ കൂട്ടി LED ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസ്പ്ലേയുടെ ടച്ച് സ്പീഡാണ്. അത് സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റ് എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അത് കുറഞ്ഞ ഫോണുകളിൽ 60 ഹെർട്സ് ആയിരിക്കും. സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റ് 60 മുതൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് 240 വരെ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 60-ൽ തുടങ്ങിയിട്ട് 120, 144, 240. അപ്പോൾ കുറഞ്ഞ ഫോണുകളിൽ 60 ഹെർട്സ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 90 ഹെർട്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എപ്പോഴും ഒരു മിനിമം 120 ഹെർട്സ് സ്പീഡുള്ള അല്ലെങ്കിൽ സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റുള്ള ഫോണുകൾ വാങ്ങുക. അങ്ങനെയാണെങ്കിൽ ടച്ച് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ എത്രയാണോ 120 ഹെർട്സ് ഉള്ള റിഫ്രഷ്മെൻറ്റ് റേറ്റുള്ള ഡിസ്പ്ലേ ഉള്ള LED ഉള്ള ഫോണുകൾ കിട്ടുന്നത് അത് വാങ്ങുക. ഇനി ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഈ 120 ഹെർട്സ് ഉള്ള അതേപോലെ തന്നെ LED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുമ്പോൾ നമ്മുടെ കണ്ണുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ കുറഞ്ഞത് വാങ്ങാതെ കുറച്ച് സ്റ്റാൻഡേർഡ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമാകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റ്, പിന്നെ ഡിസ്പ്ലേ എൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത് നമ്മൾ LED പ്രിഫർ ചെയ്യുക. സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റ് ഒരു 120 ഹെർട്സ് എങ്കിലും മിനിമം ഉള്ള ഫോണുകൾ വാങ്ങുക. അതിൽ കൂടുതലുള്ള ഫോണുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങുക. പിന്നീട് നോക്കേണ്ടത് ബാറ്ററിയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്നത് ബാറ്ററിയാണ്. അപ്പോൾ മിനിമം ഒരു 5000 mAh ബാറ്ററി ഉള്ള ഫോൺ വാങ്ങുക. 7000 mAh ഉള്ള ഫോണുകളുള്ള ബാറ്ററി ഉള്ള ഫോണുകളുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങുക. അല്ലെങ്കിൽ 6000 mAh നോക്കുക. 6000 mAh കിട്ടുന്നെങ്കിൽ അത് വാങ്ങുക. ഇനി തീരെ നിങ്ങൾക്ക് അത് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ 5000 mAh എങ്കിലും ഏറ്റവും കുറഞ്ഞ വേണം. കാരണം നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മിനിമം 5000 mAh ബാറ്ററി ഉള്ള ഫോൺ വാങ്ങണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി മിനിമം 5000 mAh ഉള്ളത് നോക്കി പ്രിഫർ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നിങ്ങൾ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാമറയാണ് നിങ്ങളുടെ മുഖ്യ ഇമ്പോർട്ടൻ്റ് എങ്കിൽ നല്ല ക്യാമറയുള്ള ഫോണുകൾ കൂടി പ്രിഫർ ചെയ്യുക. ക്യാമറ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സെൻസറുകളാണ്. കാരണം ക്യാമറയ്ക്കകത്ത് പിക്ചറിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്നത് ക്യാമറയുടെ സെൻസറുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല സെൻസറായിട്ട് എനിക്ക് തോന്നിയത് സോണിയുടെ ഇമേജ് സെൻസർ കുറച്ച് നല്ല സെൻസറാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് സോണിയുടെ ഇമേജ് സെൻസർ വരുന്ന ക്യാമറ ഉള്ള ഫോണുകൾ വാങ്ങുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന ഫോണിൽ ഏത് ഇമേജ് സെൻസറാണ് ഉപയോഗിച്ചത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ ചോദിക്കുക. സോണിയുടെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഐഫോണിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല, ആൻഡ്രോയിഡിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ കൂടുതൽ എടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ നല്ല ഇമേജ് സെൻസർ എന്ന് വെച്ചാൽ സോണിയുടെ ഇമേജ് സെൻസർ വരുന്ന ഫോണുകൾ വാങ്ങുക. അതേപോലെ തന്നെ സൂം ചെയ്ത് ചെറിയ ചെറിയ ഫോട്ടോസ് നല്ല ക്ലാരിറ്റിയോടെ എടുക്കണമെങ്കിൽ മാക്രോ ലെൻസ് വേണം ഫോണിൽ. അപ്പോൾ മാക്രോ ലെൻസ് കൂടെ ഉള്ള ഫോണുകൾ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ മാക്രോ ലെൻസിൻ്റെ കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോണിയുടെ ഇമേജ് സെൻസർ നോക്കുക, മാക്രോ ക്യാമറ ഉള്ള ഫോണുകൾ വാങ്ങുക. അതുപോലെ തന്നെ
ഫോണിൻ്റെ റാം മിനിമം 6 GB എങ്കിലും വേണം. 4 GB റാമുള്ള ഫോൺ വാങ്ങരുത്, ഹാങ് ആകും. കാരണം ഇപ്പോഴുള്ള പ്രോസസ്സറിൻ്റെ സ്പീഡ് അനുസരിച്ച് മിനിമം 6 GB റാമെങ്കിലും വേണം. അപ്പോൾ 6 GB റാമുള്ള ഫോൺ വാങ്ങുക. അതേപോലെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്ന റോം എന്ന് പറയുന്നത് ഒരു 120 GB എങ്കിലും ഉള്ളത് മേടിക്കുക. 64 GB ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഫുള്ളാവും. കാരണം HD റെസൊല്യൂഷനിലാണ് ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ നമുക്ക് സ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ മിനിമം 120 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഫോൺ കൂടെ പ്രിഫർ ചെയ്യുക. പിന്നീടുള്ളത് സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി, സർവീസ്, ഇതൊക്കെ അടുത്തുള്ളതും ആയിട്ടുള്ള ഫോണുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് വന്നു കഴിഞ്ഞാൽ പോകാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഓണത്തിന് വാറൻറ്റി എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഒപ്പോ വിവോ ഫോണുകൾക്കൊക്കെ 2 വർഷം വരെ വാറൻറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് തന്നെ സർവീസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഓണത്തിന് ഫോണ് പ്രിഫർ ചെയ്യാൻ. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. പലർക്കും ഏത് രീതിയിലുള്ള ഫോണുകളാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് ഫോൺ വാങ്ങേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ അവർക്കൊരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.